ഇന്ന് ബിഗ് ബോസിൽ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതായത് അവിടെ ആർക്കെങ്കിലും സോറി പറയണമെങ്കിൽ പറയാം, ഇനിയിപ്പോൾ അതല്ല ആരോടെങ്കിലും നന്ദി പറയണമെങ്കിൽ അങ്ങനെ പറയാന്നുള്ളത്. അപ്പം നെവിൻ വന്നിട്ട് ഷാനവാസിനോടും അനുമോളോടുമാണ് സോറി പറയുന്നത്. അതിനുശേഷം പിന്നെ അനു വരുന്നുണ്ട്. അപ്പോൾ അനു പിന്നെ നന്ദി പറയുന്നത് ആദിലനോടും നൂറനോടുമാണ് കേട്ടോ. കാരണം അനു പറയുന്നത് ഞാൻ ഇവിടെ മെൻ്റലി ഡൗൺ ആയ സമയത്ത് ഇവരിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ദിവസം വരെ നിൽക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെപ്പോഴും ഞാൻ താങ്ക്സ്ഫുൾ ആയിരുന്നൊക്കെ അനു ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആദില വരുന്നത്. അപ്പോൾ ആദില പറയുന്നത് നന്ദി പറയാമെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അനുവിനെ നെഗറ്റീവ് ആക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് വേണോ വേണ്ട, പിന്നെ വേറെ 2-3 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കംപ്ലീറ്റ് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അനുവിനെ നെഗറ്റീവ് ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ അത് അവിടെ ഭയങ്കരമായിട്ട് ക്ലാപ്പ് അടിച്ച് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസും നൂറയൊന്നും അവർക്ക് വലിയൊരു താല്പര്യമില്ലാത്തൊരു പോലെയാണ് അവിടെ ഇരിക്കുന്നത്. നൂറ ഇവളെന്ത് അബദ്ധമാണ് ഈ പറയുന്നത് എന്നുള്ള ആ ഒരു ലെവലിലാണ് നൂറ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം അനുമോൾക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കായാലും ഒരു സങ്കടം തോന്നും. കാരണം അനുമോള് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഇത്രയും ആൾക്കാരെ മുന്നിൽ കിട്ടിയപ്പോൾ അനുമോളെ നല്ലോണം തേജോവധം ചെയ്യാന്ന് പറയില്ലേ, ആ ഈ ഒരു രീതിയിലായിരുന്നു. അതെപ്പോഴും അതിൽ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. കാരണം എല്ലാ പ്രാവശ്യവും വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വരുമ്പോൾ അനുമോളുടെ കുറ്റങ്ങളൊക്കെ അവിടെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നാഴികക്ക് 40 വട്ടം ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ചിലപ്പം ആദിലിൻ്റെ കൺസെപ്റ്റിൽ അങ്ങനെ ആയിരിക്കും. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്ക് സ്റ്റാമ്പ് ചെയ്യാനും എല്ലാത്തിനും ഒരു ആൾ വേണമല്ലോ, അതായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ അനുമോള് ഭയങ്കരമായിട്ട് സങ്കടം. അനുമോള് ലക്ഷ്മിനോട് പറയുന്നുണ്ട് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്, അങ്ങനെ എന്തോ ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് തളരേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. ഏകദേശം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ടല്ലേ എനിക്ക് പ്രശ്നമില്ല, ഇതൊക്കെ ഞാൻ ഓവർകം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അനുമോളുടെ ആ ഒരു ഇരുത്തോ ഇതെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമായി പോകും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഷാനവാസ് വന്നിട്ട് അനുമോളോട് സോറിയൊക്കെ പറയുന്നത് കേട്ടോ. ഇത്രക്കൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം തലേന്ന് രാത്രി അനുമോളായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കോംപ്രമൈസ് ചെയ്ത് വെച്ചതാണ് ഷാനവാസ്.